അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സെറ്റ് ദോശയാണ്. ആ ദോശയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു സ്പൂണ് തൂവരപ്പരിപ്പ്, സാമ്പാർ പരിപ്പ്, ഒരു സ്പൂണ് ചെറുപയർ പരിപ്പ്, 2 സ്പൂണ് കടലപ്പരിപ്പ്, ഒരു സ്പൂണ് ഉഴുന്ന് പരിപ്പ്. ഇതെല്ലാം ഓരോ സ്പൂണാണ് വേണ്ടത്. കടലപ്പരിപ്പ് 2 സ്പൂണ്, അരി 1 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനുള്ള അളവാണിത്. അതിൽ പിന്നെ അരക്കുമ്പോൾ നല്ല ജീരകം, വറ്റൽമുളക് 5 6 വറ്റൽമുളക് എടുക്കണം. ഞാൻ വീട്ടിലെ മുളക് ആയതുകൊണ്ടാണ് ഈ ചെറിയ മുളകായിട്ട് കാണുന്നത്. പിന്നെ 1/2 സ്പൂണ് പാകത്തിന് കായപ്പൊടി. ഇതെല്ലാം കൂടി ഞാൻ അരച്ച് അരി വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ച് വെച്ചതാണ് ഇത്. കുറച്ച് ലൂസിൽ വേണം, കട്ടി കുറയണം, നല്ല കട്ടി കുറഞ്ഞ ദോശ ആവണം. അതിലേക്ക് ചട്നി വേണ്ടത് തൈരും ചപ്പ്, പച്ചമുളക്. ഈ ദോശക്കുള്ള ചട്നി ഇത് ചട്നിയാണ് ഇതിന് ചേരല്. പച്ചമുളക് ആവശ്യത്തിന് എരിവിനുള്ളത്, ഇത് എരിവ് കുറഞ്ഞതായതാണ് കൂടുതലെടുത്തത്. ചപ്പ്, തൈര്, ഉപ്പ് കൂട്ടിയിട്ട് അരച്ചെടുത്തതാണ്. ഇതാണ് അതിലേക്കുള്ള ചട്നി. മോരെടുക്കരുത്, തൈര് തന്നെ എടുക്കണം. നമ്മൾ ദോശ ചൂടാം. ഞാൻ ദോശ ചൂടുമ്പോൾ ഈ മാവിൽ 1 സ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ. കാരണം പിന്നെ ഏത് സമയത്ത് നമ്മളിങ്ങനെ എണ്ണ ഒഴിച്ച് കണ്ട് തടവി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതിൽ ആക്കി കഴിഞ്ഞാൽ പിന്നെ എണ്ണ തടവേണ്ട ആവശ്യമില്ല. ഇതേപോലെ ക്രിസ്പി ആയിട്ടാണ് ഈ ദോശ വരുന്നത്. ചൂടോടുക്ക ഈ തൈരും കൂട്ടിയിട്ട്, തൈര് ചട്നിയാണത്. ഇതിൽ തേങ്ങ ഒന്നുമില്ല, ഒരു തൈരും പച്ചമുളകും ചപ്പും ഉപ്പും മാത്രമേ ഉള്ളൂ. ഈ ദോശ ഇനിയിപ്പോൾ ഷുഗർ ഒക്കെ ഉള്ളവർക്ക് അരി ഭക്ഷണം കൂടുതൽ പാടില്ല എന്ന് പറഞ്ഞാലും ഈ ദോശ എത്ര എണ്ണം വേണമെങ്കിലും ആർക്കും കഴിക്കാം. ഷുഗർ ഉള്ളവർക്കും ഒരു കുഴപ്പമില്ല. നല്ല എല്ലാ പരിപ്പുകളും ചേർന്നതാണ്. അങ്ങനെ നമ്മളെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ കഴിക്കണം. ഈ ചട്നിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പപ്പടം കഴിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാവും. ഇതിൻ്റെ ഒരു പപ്പടത്തിൻ്റെയും കൂടി ടേസ്റ്റാണ് വരുന്നത്. എല്ലാ പരിപ്പുകളും അടങ്ങിയ നല്ലൊരു ദോശയാണ്. അരി മാത്രമല്ല, ഇത് നല്ല ശരീരത്തിനും നല്ല ഗുണം ചെയ്യും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.